PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് കാറ്റഗറി നമ്പർ 528/2023 എന്ന പോസ്റ്റിലേക്ക്, അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 രൂപ വരെയാണ്. ഈ പരീക്ഷയുടെ OMR ടെസ്റ്റ് നടന്നിരുന്നത് 24/9/2024 അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അത് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിൽ, അതായത് രജിസ്റ്റർ നമ്പറിൻ്റെ തന്നെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 906 ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 825 ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 21 പേരും. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബബിലിറ്റി ലിസ്റ്റ് 1752 പേരാണുള്ളത്. ഇതൊക്കെ ശരിക്കും ആ OMR ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഈ മെയിൻ ലിസ്റ്റിലെ OMR ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആ 906 പേരാണല്ലോ മെയിൻ ലിസ്റ്റിലുള്ളവർ. അവരിൽ ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ് വാങ്ങിയ മാർക്ക് അല്ലെങ്കിൽ സ്കോർ, അതായത് ഈ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് 55.33 അപ്പോൾ ആ മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ഈ ലിസ്റ്റിൽ ഉള്ളവർ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ, അതുപോലെ അതർ ബാക്ക്വേർഡ് ക്ലാസ്, അവർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അവർ EWS, അവരൊക്കെ അവരുടെയൊക്കെ പ്രാതിനിധ്യം ലിസ്റ്റിൽ ഉറപ്പാക്കാൻ വേണ്ടി അവരുടെ കട്ട് ഓഫ് മാർക്ക് കുറച്ച് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സഹിതം ഇതിൻ്റെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് PSC അറിയിക്കും. അതിൻ്റെ ഡേറ്റ്, ടൈം, സ്ഥലം ഒക്കെ പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് വഴിയോ SMS വഴിയൊക്കെ അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള രീതി പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം റീചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതൊക്കെ റാങ്ക് ലിസ്റ്റിൻ്റെ കൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസ് അവരൊക്കെ മറ്റേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ OBC പെട്ടവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, EWSകാർ അതിൻ്റെ EWS സർട്ടിഫിക്കറ്റൊക്കെ നിശ്ചിത തീയതിക്കകം അത് വെരിഫിക്കേഷന് സമയത്ത് ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.